കമുകംചേരി പണ്ടാരഴികത്ത് വീട്ടിൽ സത്യാനന്ദന്റെ ഭാര്യ മായ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർതൃ സഹോദരനും ശാസ്ത്രജ്ഞനുമായ ശിവാനന്ദനെതിരെ പോലീസ് കേസെടുത്തു. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് കേസ്. സംഭവം നടന്ന് 7 മാസത്തിനു ശേഷമാണ് കേസെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് പ്രതി ശിവാനന്ദൻ. 2012 സെപ്റ്റംബർ 19 കേസിനാസ്പദമായ സംഭവം. മായയുടെ ഡയറിയിലെ ആത്മഹത്യാക്കുറിപ്പിൽ ശിവാനന്ദൻ തന്നെ പീഡിപ്പിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിരുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ ഇത് വ്യക്തമായിരുന്നിട്ടും പോലീസ് കേസെടുത്തിരുന്നില്ല. ഇതേ തുടർന്ന് പ്രവാസിയായ മായയുടെ ഭർത്താവ് സത്യാനന്ദൻ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. തുടർന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നും അന്വേഷണ പുരോഗതി കോടതി വിലയിരുത്തണമെന്നും ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് എസ് മധു, അഡ്വക്കേറ്റ് രമ്യ ഉണ്ണി എന്നിവർ മുഖേന കോടതിയെ സമീപിച്ചു. ഇതേ തുടർന്ന് ശിവാനന്ദനാചാരി, മാതാവ് തങ്കമ്മാൾ എന്നിവരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തു. പ്രതിയുടെ ഉന്നത തലത്തിലുള്ള സ്വാധീനം മൂലം പോലീസിന്റെ ഭാഗത്തുനിന്ന് അറസ്റ്റോ ചോദ്യം ചെയ്യലോ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് മായയുടെ ഭർത്താവ് സത്യാനന്ദനും കുടുംബവും ചൂണ്ടിക്കാട്ടുന്നു. സാഹചര്യം വ്യക്തമായി അവൾ ഡയറി എഴുതി വെക്കുകയും വ്യക്തമായ പോലീസ് ആത്മഹത്യയെക്കുറിച്ച് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും അമ്മയുടെ ഭാഗത്തും ശിവാനന്ദൻ പീഡിപ്പിച്ചിട്ടുള്ളതാണ് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അമ്മയുടെ ഭാഗത്തുകൊണ്ട് ഈ ശിവാനന്ദൻ എന്ന് പറയുന്ന ജ്യേഷ്ഠൻ ശിവാനന്ദൻ ആചാരി കൊച്ചിൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് എൻവോൾവ്മെന്റ് സ്റ്റഡീസ് ഏറ്റവും കൂടുതൽ പീഡനമുണ്ടായത്. ഒരുപാട് പീഡനം സഹിക്കവയ്യാതെയാണ് അവൾ ചെയ്തതെന്ന് എനിക്ക് ഡയറി കോപ്പിൽ നിന്ന് വ്യക്തമാണ്. ഞാനത് ഉന്നത പോലീസ് ഓഫീസർമാരെല്ലാം ഇത് കാണിച്ച് വ്യക്തമായിട്ടുള്ളൂ. അവരന്വേഷിക്കാമെന്ന് പറയുന്നത് നാളിതുവരെ എന്റെ ജോലി വരെ കളഞ്ഞു, എന്റെ ഭാവി പോയി. ഈ 6 മാസം കൊണ്ട് ഞാൻ രാപകല് കഷ്ടപ്പെട്ടിട്ട് ഇതിനൊരു ഫലം ഇതുവരെ കണ്ടു. അതിൽ നിന്ന് വ്യക്തമാണ് ഇതിന്റെ രാഷ്ട്രീയ സ്വാധീനവും പൈസ ഉപയോഗിച്ച് എല്ലാവരെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുക. പ്രതി സർക്കാർ ഉദ്യോഗസ്ഥനായതിനാൽ നിയമപ്രകാരം സർക്കാർ സർവകലാശാല അധികൃതർ നടപടിയെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നും അല്ലാത്തപക്ഷം പ്രതി തെളിവ് നശിപ്പിക്കുമെന്നും സത്യാനന്ദൻ, മാതാവ് ലീല, പിതാവ് രാമസ്വാമി എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം, പുനലൂർ.